മന്ത്രി കെ രാജൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, തൃശൂർ MLA പി ബാലചന്ദ്രൻ, KPCC മുൻ അധ്യക്ഷൻ PM സുധീരൻ. അന്തിക്കാട് രാഷ്ട്രീയ കേരളത്തിന് നൽകിയ സംഭാവനകളാണിവർ. എന്നാൽ ഇവർ തിരികെ എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ അന്തിക്കാട് നിവാസികൾ കൈമലർത്തും. കാരണം ഒരു നല്ല റോഡ് പോലും പ്രദേശത്തില്ല എന്നതാണ് വാസ്തവം. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പല പദ്ധതികളും ശേഷിപ്പുകളായി തന്നെ അവശേഷിക്കുന്നു. വൃദ്ധർക്കെന്ന പേരിൽ കൊട്ടിഘോഷിച്ച് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് പകൽ വീട്. എന്നാൽ ഇപ്പോൾ രാത്രികാലങ്ങളിൽ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. 38 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ സമീപവാസികൾ വിറക് സൂക്ഷിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് അച്യുതാനന്ദനായിരുന്നു ഈ കെട്ടിടം നാടിന് സമർപ്പിച്ചത്. പ്രളയകാലത്ത് 2-3 കുടുംബങ്ങളെ ഇവിടെ താമസിപ്പിച്ചു എന്നതൊഴിച്ചാൽ മറ്റൊരു ഉപകാരവും പകൽ വീട് കൊണ്ട് നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഏറെ കൊട്ടിഘോഷിച്ച് 10 വർഷം മുമ്പ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനെ വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു ബിൽഡിങ്ങാണിത്. ഈ പഞ്ചായത്തിലെ വൃദ്ധരായ ആളുകളെ കൊണ്ടുവന്ന് രാവിലെ കൊണ്ടുവന്നവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവിടെ കളിച്ച് ഉല്ലസിച്ച് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞ പദ്ധതി പറഞ്ഞിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അന്ന് ഇതിന് ഏകദേശം 38 ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന് ഇവിടെ ആളുകൾക്ക് വിറകുണക്കാനും വണ്ടി സൂക്ഷിക്കാനും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രൗണ്ടിൽ പോസ്റ്റുകളും അതിനെ ബന്ധിപ്പിക്കുന്ന കീറിയ വലയും 2 അറ്റത്തായി ഗോൾ പോസ്റ്റും കാണാം. കുട്ടികൾക്കും യുവാക്കൾക്കുമായി പഞ്ചായത്ത് നിർമ്മിച്ച ഫുട്ബോൾ ടർഫാണിത്. എന്നാൽ ഇത് കാണുന്നവർക്ക് ടർഫ് എന്ന് പറയാൻ പോലും നാണം തോന്നിക്കുന്ന അത്രയും പരിതാപകരമാണ് ഇതിന്റെ അവസ്ഥ. 5 ലക്ഷത്തിലധികം രൂപയാണ് ഗ്രൗണ്ടിൽ തൂണുകൾ സ്ഥാപിക്കാൻ ചിലവഴിച്ചത്. ഇതിനുശേഷം പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന്റെ അടയാളമായി ഈ തൂണുകൾ ശേഷിച്ചു. ഫുട്ബോൾ കൊണ്ട് സമീപവാസിക്ക് സാരമായി പരിക്കേറ്റെന്നും ലക്ഷങ്ങൾ ചിലവിട്ട് ചികിത്സ നടത്തേണ്ടി വന്നുവെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പന്തടിച്ചുകൊണ്ട് എന്തുണ്ടായി, അമ്മ വീണു, ഇവിടെ സ്റ്റീലാ, അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടായി. ഒരു 4 ലക്ഷത്തോളം ചിലവായി. ഒരാളും 10 രൂപ പാർട്ടിയിൽ നിന്ന് കുറച്ച് പൈസ തന്നു, ബാക്കി കംപ്ലീറ്റ് കടായി. എനിക്ക് സ്വന്തമായിട്ട് വണ്ടി തന്നു, കടം മേടിച്ച്. ആ വണ്ടി പോയി ഒരുപാട് പൈസ കടായി. അപ്പോൾ എനിക്ക് പണി ശരിക്കില്ല. അന്തിക്കാടിന്റെ ഹൃദയഭാഗമാണ് അന്തിക്കാട് സിറ്റി. നിരവധി കടകൾ പ്രവർത്തിക്കുന്ന ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത് 100 കണക്കിന് പേരാണ്. ഇത് പരിഗണിച്ചാണ് പ്രദേശത്ത് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. പണി പൂർത്തിയായി. 3 വർഷം മുൻപ് ഉദ്ഘാടനവും ആഘോഷമാക്കി. എന്നാൽ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ ഇതിനുശേഷം തുറന്നു നൽകിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയുള്ള 100 കണക്കിന് വ്യാപാരികളുടെ ശങ്ക തീർക്കാനുള്ള ഏക ആശ്രയമാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ. 3 വർഷം മുമ്പായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. എന്നാൽ ഉദ്ഘാടനത്തിന്റെ അന്ന് തുറന്നതല്ലാതെ പിന്നീട് ഇത് ആളുകൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ആളുകൾ പരാതി ഉയർത്തിയതോടെ ഇതിന്റെ ശിലാഫലകം ഉൾപ്പെടെ എടുത്തു മാറ്റിയിരിക്കുകയാണ് അധികൃതർ. 5 ലക്ഷത്തോളം രൂപ ചിലവിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം. ചപ്പുചവറുകളും ചെടികളും കൊണ്ട് നിറഞ്ഞ ഇവിടം ഇപ്പോൾ വിവിധ ഭാഷാ തൊഴിലാളികളുടെയും തെരുവു നായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമാണ്. നഗരത്തിൽ വെളിച്ചമെത്തിക്കാനായി കൊണ്ടുവന്ന ഹൈമാസ് ലൈറ്റ് നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 3ആയി. ഉദ്ഘാടനത്തിന് ശേഷം ലൈറ്റ് പ്രവർത്തിച്ചത് കേവലം മാസങ്ങൾ മാത്രം. അന്തിക്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഹൈമാസ് ലൈറ്റ്. 3 വർഷക്കാലമായി ഇത് കത്താതേണ്ടായിട്ട് പലവട്ടം ഇവരുടെ അധികാരികളോട് എല്ലാവരും പലവട്ടം പറഞ്ഞു ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി. ഇതുവരെ ചെയ്തിട്ടില്ല ഇവരത്. കടകളടച്ചാൽ പ്രദേശത്ത് കൂരിരുട്ട് നിറയും. പിന്നീട് ഇതുവഴിയുള്ള വാഹനയാത്ര പോലും ദുർഘടമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലക്ഷങ്ങളാണ് ഇതിനായും പഞ്ചായത്ത് ചിലവഴിച്ചത്. ലൈറ്റ് ശരിയാക്കാൻ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും കേട്ട ഭാവം നടിച്ചില്ലെന്നാണ് ആക്ഷേപം. നഗരത്തിലെ കമ്മ്യൂണിറ്റി സെന്റർ അന്വേഷിച്ചു പോയാൽ നിരാശയായിരിക്കും ഫലം. കാരണം കമ്മ്യൂണിറ്റി സെന്ററിന് പകരം വെറും ഭൂമി മാത്രമാകും കാണാൻ കഴിയുക. മുൻപുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ കേടുപാടുകളെ തുടർന്ന് പുനർനിർമ്മിക്കാനായി പൊളിച്ചതാണ്. എന്നാൽ ഇതിനുശേഷം ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല.
കല്യാണം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾക്കായി ഒരു കാലത്ത് സാധാരണക്കാരുടെ ആശ്രയമായിരുന്നു കമ്മ്യൂണിറ്റി സെന്റർ. ഇടിച്ചു പൊളിച്ചതോടെ സ്വകാര്യ വ്യക്തികളെ സമീപിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം എന്നു തുടങ്ങുമെന്ന ചോദ്യത്തിന് മൗനം പാലിച്ച് നടന്നു നീങ്ങുകയാണ് അധികൃതർ. ലക്ഷങ്ങൾ ചെലവിട്ട് പഞ്ചായത്ത് കൊണ്ടുവന്ന പടിയും കുടിവെള്ള പദ്ധതി മാത്രമായി ഒതുങ്ങിയിട്ട് 10 വർഷമാകുന്നു. വലിയ മോട്ടറും പൈപ്പുകളും സ്ഥാപിക്കുകയും ഇതിനായി ഷെഡ് നിർമ്മിക്കുകയും ചെയ്തുവെങ്കിലും പദ്ധതി പ്രാവർത്തികമായില്ല. കാലപ്പഴക്കത്തെ തുടർന്ന് ഷെഡ് തകർന്നു വീണു. വിഷയം വലിയ ചർച്ചയായതോടെ ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ മോട്ടറും പൈപ്പുകളുമെല്ലാം ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. സർവ്വതിലും കഷ്ടമാണ് അന്തിക്കാടെ റോഡുകളുടെ കാര്യം. ഇതുവഴിയുള്ള യാത്ര ആളുകളുടെ നടുവൊടിക്കുമെന്നുറപ്പ്. പല വഴികളിലും ടാറിട്ടതിന്റെ ഭാഗങ്ങൾ പോലും കാണാൻ കഴിയില്ല. മറ്റു ചിലയിടങ്ങളിൽ ടാറുമില്ല. നല്ല റോഡുകൾക്കായി പലകുറി അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഇവിടുത്തുകാർ പറയുന്നു. അന്തിക്കാട് അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിലും പാർട്ടി ഓഫീസ് കേമമാക്കാൻ CPI പ്രത്യേക കരുതൽ പുലർത്തിയിട്ടുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പിന് ശേഷവും ഒരു മന്ത്രിയോ MLAയോ അന്തിക്കാടിൽ നിന്നുണ്ടാകും. എന്നിട്ടും ദുരിതം പേറി ജീവിക്കേണ്ടി വരുന്നവരാണ് അന്തിക്കാടിലെ ജനങ്ങൾ.